ഹായ് ഗായ്സ്, അങ്ങനെ ഊട്ടി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസം രാവിലെ 6 മണിക്ക് എണീറ്റിട്ട് ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോകണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, 6 മണിക്ക് പോയിട്ട് ഞങ്ങൾ 7 മണിക്ക് പോലും എണീറ്റില്ല എന്നാണ് പറയുക. 8 മണിയായപ്പോൾ കേട്ടോ എണീറ്റത്. പിന്നെ നേരെ മുകളിലേക്ക് പോയി. അങ്ങനെ അവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, ചൂടൊന്നും നമുക്ക് അറിയാനേ പറ്റില്ല കേട്ടോ, ഭയങ്കര തണുപ്പ്. പിന്നെ വേഗം സമയം അധികം പോക്കാന്നില്ല, വേഗം റൂമിൽ വന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഇട്ടു. ഇതാണ് കേട്ടോ ഞാൻ രണ്ടാമത്തെ ദിവസം ഇടുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചായ കുടിക്കുമ്പം തന്നെ അവിടെ ടോയ് ട്രെയിനുള്ള അവിടെ, അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൂനൂരാണല്ലോ, അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതായാലും അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ബാഗൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവിടെയുള്ള ഞങ്ങളെ റൂമിലത്തെ അവരോട് ഇങ്ങനെ അഭിയേട്ടൻ ചോദിക്കാനുണ്ടോ അവിടെ വിസിറ്റ് ചെയ്യാൻ പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. കാരണം ഞങ്ങളിപ്പോൾ ഈ ഫ്രഷായി വന്നപ്പോൾ തന്നെ ഏകദേശം 10 മണിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി നോക്കുമ്പം വെജിറ്റേറിയൻ ഹോട്ടലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ. അതായത് ഞങ്ങൾ തലേന്ന് ഫുഡ് വാങ്ങിയ ഹോട്ടലിൽ ഉണ്ട്, പക്ഷെ അവിടത്തെക്കാട്ടിലും ബെറ്ററായിട്ട് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഇങ്ങനെ ഒരു ഹോട്ടലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ അവിടെ കയറിയിട്ട് ഞാനൊരു നെയ് റോസ്റ്റും അബിയേട്ടൻ്റെ ഒരു മസാല ദോശയാട്ടോ വാങ്ങിയത്. സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ വാങ്ങി അങ്ങോട്ട് ഇത് മാത്രമേ കഴിച്ചുള്ളൂ എന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ അങ്ങോട്ട് വാങ്ങിയതൊക്കെ കണ്ട ഞങ്ങൾ ഞെട്ടും. കാരണം അത്രയും ഫുഡ് കഴിച്ചിട്ടുണ്ട് രാവിലെ. ഞാൻ പിന്നെ 2 ഇഡ്ഡലി വാങ്ങി, പിന്നെ ഉഴുന്നുവട വാങ്ങി. അബിയേട്ടനും അങ്ങനെ തന്നെ എന്തൊക്കെയോ ഉള്ളിവടയോ. ഞാനങ്ങനെ ഓവർ ലോങ് ആവണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹെവി ഫുഡാട്ടോ രാവിലെ കഴിച്ചത്. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലെയല്ല, നമ്മൾ ഫുഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷേ ഉണ്ടല്ലോ, റേറ്റിനുള്ള ക്വാളിറ്റി ഫുഡിനുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ്. മസാല ദോശയൊക്കെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചട്നിയും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ രാവിലെ ഹെവി ഫുഡ് കഴിച്ചിട്ട് എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലെത്താനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് എല്ലാ സ്ഥലത്തും കയറണം അങ്ങനെയൊക്കെ ഉണ്ടോ സമയം പ്ലാനിങ് എല്ലാം കൂടി. അങ്ങനെ ഞങ്ങൾ അവസാനം റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ പോന്നു. പിന്നെ ഞങ്ങൾ നേരെ കൂനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അതായത് ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാം റീലിലും കാര്യങ്ങളിലൊക്കെ കണ്ടിരിക്കുന്നു ഇങ്ങനെ ട്രെയിനിൽ പോകണം. അങ്ങനെ ട്രെയിനിൽ പോകണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ ട്രെയിനിലും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്ന് തിരിച്ച് പോരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ എന്തായാലും ട്രെയിനിൽ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അവിടെയൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റീലും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇവിടുന്ന് റീലൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കപ്പിൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് സ്റ്റാൻഡ് കൊണ്ടുപോയത് തന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച് അങ്ങനെ ഫോട്ടോ ഒന്നും എടുത്തില്ല. പിന്നെ എവിടെ നോക്കിയാലും അബിയേട്ടൻ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. ഓരോരുത്തർ ഫോട്ടോ എടുത്തെടുക്കാൻ പറയുമ്പോൾ അബിയേട്ടൻ വേഗം എടുത്തരാലോ എന്നുള്ള അഭിപ്രായം. കാരണം ഓൾറെഡി അബിയേട്ടൻ്റെ പാഷനാണ് ഫോട്ടോ എടുത്തെടുക്കുക എന്നുള്ളത്. സ്വന്തം ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം മറ്റുള്ളവരെ ഫോട്ടോ എടുത്തെടുക്കാനാണ്. വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമില്ലെങ്കിലും പിന്നെ അബിയേട്ടനും വീഡിയോയിൽ ഉൾക്കൊള്ളാൻ വലിയ ഇഷ്ടമില്ലെങ്കിലും മറ്റൊരാൾക്ക് എടുത്തെടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ചിലപ്പോൾ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞുള്ള ഫോട്ടോസ് ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഫോട്ടോ ഉണ്ടാവുക. കാരണം എന്നോട് അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ ഇതാക്കും. ഇതിക്ക് തോന്നുന്നു എങ്ങോട്ടോ ഒന്ന് പോകുന്ന ട്രെയിനാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഏകദേശം 12 മണി 12:30 ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ സമയം. ഇനി തിരേ സമയമില്ല. ഇന്നലത്തെ കഴിഞ്ഞ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷേ ഗൈസ് ഇനി എവിടെയും പോകുന്നു നടക്കില്ല. ഇപ്പം തന്നെ സമയം ഉച്ചയായി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രാത്രി ആവുന്നതിന് മുന്നേ ചുരം ഇറങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം റെയിൽവേ സ്റ്റേഷനിൽ വേഗം ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ വെച്ച് ഞങ്ങളൊരു കപ്പിൾസിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഒരു പാലക്കാടുള്ളവരാണ് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളെ കപ്പിൾ ഫോട്ടോ ഒക്കെ ഓരാണ്ട് എടുത്തു തന്നത്. പിന്നെ അവർക്ക് ഞങ്ങൾ തിരിച്ചും ഫോട്ടോസൊക്കെ എടുത്തെടുത്തു. അങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോകുന്നത് ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് വരാനുണ്ട് കേട്ടോ അവിടേക്ക്. അങ്ങനെ ഞങ്ങളിത് ഏകദേശം ബോട്ടാണിക്കൽ ഗാർഡനിലെത്തി. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടോ. അത്യാവശ്യം വലിയ തിരക്കൊന്നുമില്ല, എന്നാലും കുറച്ച് ക്യൂ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി കേട്ടോ. ശേഷം കൂടി കാത്തിരുന്നോ, പിന്നെന്തിനാ ക്യാപ്പ് ചെയ്യൂ. ആ മാമി വയലറ്റ് വേണം മാമു. அந்த மாமி கிட்ட தான் இவ்வளவு நேரம் கேட்டது இல்ல ஒரே ஒரு பஞ்சு. അങ്ങനെ ഗൈസ് ഞങ്ങൾക്ക് 7 കെട്ടാണ് കേട്ടോ അവർ 100 രൂപയ്ക്ക് തന്നത്.
അങ്ങനെ അതൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. കാരണം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്പോട്ടുള്ള സ്ഥലമല്ലേ, അപ്പം ഏതായാലും പൂവൊക്കെ വെച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. ഹായ് ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഊട്ടി ഗാർഡനിലാണ് കേട്ടോ. ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. ഊട്ടിപ്പൂ വാങ്ങി. ഇങ്ങനെ ഒരു കെട്ടിനാ വിറ്റ് പോയാൽ പ്ലാസ്റ്റിക് ഒന്നല്ല. ഇത് എന്നോട് ചോദിച്ചത് മലപ്പുറത്ത് നിന്ന് വന്ന ടീമാണ് കേട്ടോ. ഓരോ എന്നോട് ചോദിച്ചാണ് ഈ പൂവ് എവിടുന്ന് വാങ്ങിയതാണ് അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട്, അതായത് ഇത് ഒറിജിനലാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നത് കേട്ടോ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറഞ്ഞു കൊടുത്ത്, അഭിയാറിന് അറിയാവുന്ന കാര്യങ്ങൾ അഭിയാറിനും പറഞ്ഞു കൊടുത്ത്. പിന്നെ വേറെ ഒരു കർണാടകയിൽ നിന്ന് വന്നൊരു ചേച്ചി ഇതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടോ ഇത് എന്താണെന്നൊക്കെ ചോദിച്ച്. പക്ഷേ അതായത് ഇത് അവിടുന്ന് വാങ്ങിയതാണോ, അത് ഗാർഡൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അഭിയുടെ വീണ്ടും ഇതാ വേറെ ടീമിന് ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ അവിടെ നിന്ന് ഇറങ്ങി. കിട്ടിയ കുറച്ച് സമയം അതിലൂടെയുള്ള ഒരുവിധ എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു റീലൊക്കെ എടുത്തിട്ടോ. പിന്നെന്ന് വെച്ചാൽ ബാക്കി കുറച്ച് സ്ഥലം കൂടെ കവർ ചെയ്യാനും കാണാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങിട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ അഭിയേട്ടൻ എന്താ ഈ ഒരു പൊട്ടറ്റോൻ്റെ സാധനം വാങ്ങി, അത് കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പിന്നെ നേരെ ഞങ്ങൾ വണ്ടി എടുത്തു. പിന്നെ അടുത്തത് ഞങ്ങൾ നിർത്തിയത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് വാങ്ങിയില്ല കേട്ടോ. പിന്നെ പോരുന്ന സമയത്ത് ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് കോട, അതൊക്കെയാണ് അവസ്ഥ. നല്ല തണുപ്പുമാണ്. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചത്. പിന്നെ നേരെ അങ്ങ് പോരുകയാണ് കേട്ടോ ചെയ്തത്. ഇന്നലെ അങ്ങോട്ട് കയറുന്ന സമയത്ത് ഒരുപാട് അതായത് ഇപ്പം ഞങ്ങൾ പൈൻ ഫോറസ്റ്റും അതുപോലെ അതൊക്കെ കണ്ടിട്ട് അവിടെ ഒന്നും കയറാതെ, ഒരു വാട്ടർഫോളൊക്കെ ഉണ്ടല്ലോ അവിടെ, എന്താ പറയാമെന്ന് എനിക്കറിയില്ല, അവിടെ ഒന്നും കയറാതെ തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞാണ്. തിരിച്ച് വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഒന്നാമത് സമയമില്ല, നല്ല മഴയും നല്ല കോടയും. പിന്നെ നമുക്ക് അവിടെ ഒന്നും കയറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് കുഴപ്പമില്ല കേട്ടോ, എനിക്ക് അങ്ങനെ കയറാത്തതിന് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒന്നാമത് സമയമില്ലാത്തതാണ്. പക്ഷേ ഞങ്ങൾ രണ്ടാളുടെ ട്രിപ്പ് ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതാ ഗൂഡല്ലൂർ എത്താനായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഈ സ്ഥലത്ത് നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയിനത്. അപ്പോൾ ഇവിടെ ഇറങ്ങി വീണ്ടും ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇനിയിപ്പോൾ നേരെ ഇതാ ചുരം ഇറങ്ങാനുള്ളതാട്ടോ. കാരണം ഒരു രാത്രി ആവുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ചുരം ഇറങ്ങണം എന്നുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നിർത്തുന്നത് ഒരു നിലമ്പൂർ എത്തിയതാട്ടോ. നിലമ്പൂരിൽ നിന്നാണ് ഞങ്ങളൊരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. കാരണം ഇന്നും ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്താണ്. പക്ഷേ നിലമ്പൂരിൽ ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങളൊരു എന്താ പറയുക കപ്പ ബിരിയാണിയും പിന്നെ ഒരു ഗ്രീൻ പീസോടെ വാങ്ങി. കപ്പ ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഗ്രീൻ പീസാണ് ഞാൻ എനിക്ക് പറഞ്ഞെങ്കിലും ആദ്യം വന്ന സാധനം കുറച്ചൊക്കെ ഞങ്ങൾ രണ്ടാളും ഷെയർ ചെയ്ത് കഴിച്ച് പിന്നെ ഗ്രീൻ പീസും ഷെയറൊക്കെ ചെയ്ത് കഴിച്ചാണ്. സത്യം പറഞ്ഞാൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ച് കയറിയില്ല കേട്ടോ. കാരണം ഒന്നാമത് ഉച്ചയ്ക്ക് ഫുഡ് സ്കിപ്പ് ചെയ്താണല്ലോ. അപ്പോൾ ആ ഒരു ബേസിലാണ് ഫുഡ് കഴിക്കാന്ന് വെച്ചത്. പിന്നെ നല്ല ക്ഷീണമുണ്ട്. ഫുഡ് കഴിക്കാതിരിക്കും ഏകദേശം തലവേദനയും കാര്യങ്ങളൊക്കെ വരുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഒരു ഫുഡ് കഴിച്ചത്. പക്ഷേ അത് അത്യാവശ്യം ഹെവി ആയിപ്പോയി. ഞങ്ങൾ തിരിച്ചു പോകുമ്പം ഇന്ന അഭിയേട്ടൻ എൻ്റെ വീട്ടിലിറക്കി തരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി അമ്മേനോട് ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിക്കാൻ പറ്റുമെന്നറിയില്ല, കാരണം അത്രയും ഹെവി ആയിട്ടുണ്ട് കേട്ടോ. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ അരീക്കോട് നിന്ന് ഞങ്ങൾ എളമരം പാലം വഴി മാവൂരേക്ക് ചാടിയിട്ട് ആ ഒരു വഴിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി എളുപ്പമായി. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം എൻ്റെ നാട്ടിലെത്താനായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു ലോങ് ട്രിപ്പ് നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഭയങ്കര എന്താ പറയുക, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. ബൈക്ക് ട്രിപ്പ് ആണെങ്കിലും നമുക്ക് അത്ര ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. തിരിച്ച് പോരുമ്പോൾ ഉള്ളൊരു പെട്ടെന്ന് പോകുന്നതല്ലാതെ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ അത്ര വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. ഞങ്ങളങ്ങനെ അതാ തിരിച്ചെൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇനി ഇതുപോലത്തെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീട്ടിലെത്തി ആദ്യം തന്നെ ഞാൻ പോയി ഇത് അവർക്ക് ഊട്ടിപ്പൂവാട്ടോ കാണിച്ചു കൊടുത്തത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗായ്സ്.